അമേരിക്ക ആവശ്യപ്പെടുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇറാൻ സറണ്ടർ ചെയ്യണം. ഈ രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറാനിൽ നിന്ന് ഇസ്രായേലിലോട്ട് പോകുന്ന മിസൈലുകളുടെയും ഡ്രോണുകളുടെ എണ്ണത്തിലും ഷാർപ്പായിട്ടത് ഡിക്ലൈൻ ചെയ്തു. അതുമല്ല, പറയുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഗ്ലോബലായിട്ടുള്ള മിലിറ്ററി എക്സ്പേർട്ടുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ്റെ പക്കലുള്ള സ്റ്റോക്ക് അതിന് കുറവുണ്ടായിട്ടുണ്ട്, ലോഞ്ചേഴ്സിന് അടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഏകദേശം വൺ സൈഡായിട്ട് വാർ മാറിയിരിക്കുകയാണ് എന്നാണ് പുതിയ രീതിയിലുള്ള റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഈ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് വരുന്നുണ്ട്. വാർ വൺ സൈഡായിട്ട് അമേരിക്ക, ഇസ്രായേൽ അവരാണിത് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഷിജു, ഇതുമായിട്ട് എന്താണ് ഷിജുയുടെ അഭിപ്രായം? അതെ, ഗുഡ് മോർണിംഗ് മാത്യു. ശരിക്കും പറയുകയാണെങ്കിൽ വാറിനെ സംബന്ധിച്ച് അമേരിക്കയുടെ റിലയബിൾ ആയിട്ടുള്ള ബ്രീഫിംഗ് എന്ന് പറഞ്ഞാൽ 90% ഇറാൻ്റെ ലോഞ്ചിങ് കപ്പാസിറ്റി തകർത്തു. 90% ലോഞ്ചിങ് കപ്പാസിറ്റി, മിസൈൽ ലോഞ്ചിങ് കപ്പാസിറ്റി തകർത്തു. അതുപോലെ തന്നെ നേവി പരിപൂർണമായിട്ട് തകർത്തു. ദി ഹെഡ് ഓഫ് ദ സീൻ സമുദ്രത്തിനടിയിലായെന്നാണ് പറയുന്നത്. നേവി കമാൻഡ് തകർത്തു. ഈ എയർ സർവലൻസിനുള്ള പരിപൂർണമായിട്ടുള്ള കപ്പാസിറ്റി തകർത്തു. അതുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് എയർ ഡോമിനൻസ് ഇപ്പോഴ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇറാൻ്റെ മേളിലുണ്ട്. ഇത് ഫ്രീ ആയിട്ട് പറക്കാവുന്ന ഒരു അവസരത്തിലുണ്ട്. അപ്പം സിറ്റുവേഷൻ അവർ ബ്രീഫ് ചെയ്യുന്നത് തന്നെ വിശ്വസനീയമായ രീതിയിൽ പറയുന്നത്, ഈ മിസൈൽ ലോഞ്ച് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന മിസൈൽ ലോഞ്ചിങ് കപ്പാസിറ്റി 90% നേർക്ക് കഴിഞ്ഞപ്പോൾ വളരെ കുറവ് മാത്രമേ അവർക്ക് മിസൈൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ. മിസൈൽ ലോഞ്ച് ചെയ്യാൻ തന്നെ ട്രംപിൻ്റെ അഭിപ്രായത്തെ, ട്രംപ് പറയുന്ന ഭാഷ അനുസരിച്ച് 4 മിനിറ്റ് ലോഞ്ചിങ് പാട് അവർ തകർക്കും. കാര്യം എയർ സർവലൻസ് നടത്തിക്കൊണ്ടിരിക്കുക, എവിടെ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് നോക്കുന്നു. അത് തടയുക എന്നുള്ളത് ഈ ചെല്ലുന്ന രാജ്യങ്ങൾ ഉത്തരവാദിത്വമാണെങ്കിലും അതേ ലോഞ്ചിങ് പാഡിൽ നിന്നും ഉള്ളതൊന്നും വീണ്ടും ലോഞ്ച് ചെയ്യപ്പെടാതിരിക്കത്തക്ക വിധം ലോഞ്ചിങ് വെഹിക്കിൾ മുഴുവൻ നശിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ഉത്തരവാദിത്വമാണ്. അപ്പം 4 മിനിറ്റിനകം തകർക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം വളരെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഭാഗം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഇറാൻ്റെ കയ്യിൽ 60% എൻട്രി ചെയ്യപ്പെട്ട 460 കിലോ യുറേനിയം ഉണ്ടെന്ന് 2021 ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി അവർ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്.